Welcome back to a new video lecture, and here we discuss a new topic, and it is related with this valuation of properties. So already we discussed this valuation in our last classes regarding some of the basic definitions. So actually what do you mean by the term valuation? It is an art of accessing the present fair value of a property. So if you have a property, maybe it is a land or a building, let us take an example. Okay, so what is the current value for that particular building or that particular property? So that is regarding this the valuation, and this valuation will change time to time. Okay, അതായത് ഓരോ ടൈം പീരീഡ് അനുസരിച്ച് വാല്യുവേഷൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് പർപ്പസ് ഓഫ് വാല്യുവേഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പർച്ചേസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്, ടാക്സ് ഫിക്സേഷൻ, സെയിൽ ഓഫ് പ്രോപ്പർട്ടി, റെന്റ് ഫിക്സേഷൻ, ഇൻഷുറൻസ് പ്രീമിയം. അതായത് നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ കറണ്ട് വാല്യൂ എത്രയാണ് അത് വെച്ചിട്ടായിരിക്കും ടാക്സ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം കറൻ്റ്ലി എത്രയാണോ വാല്യൂസ്, ഇപ്പോൾ ലാൻഡിൻ്റെയൊക്കെ വാല്യൂസ് ടൈം ടു ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രത്തോളമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അപ്പം അതെല്ലാം വാല്യുവേഷൻ്റെ പർപ്പസ് ആയിട്ട് വരും. ഓക്കെ, അതുപോലെ റെൻറ്റ് ഫിക്സ് ചെയ്യണം. ഇപ്പം നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതുക. അതൊരു സിറ്റിയിലാണെങ്കിൽ അതനുസരിച്ചുള്ള റേറ്റ് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. വില്ലേജിലും സിറ്റിയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന വാല്യുവേഷൻ്റെ കേസിലേക്ക് വരുന്നത്. ഓക്കെ, ദെൻ സം ഓഫ് ദ ബേസിക് ഡെഫിനിഷൻസ്, ദാറ്റ് ഈസ് വാല്യൂ ആൻഡ് കോസ്റ്റ്. ഓൾറെഡി വി ഡിസ്കസ്ഡ് ഓൾ ദോസ് ടേംസ്. ഇറ്റ് ഈസ് വാല്യൂ varies or valuation varies from time to time, depends on supply and extent of demand. Okay, and regarding this cost of construction including all day to day expenditure. അതായത് ഒരു ബിൽഡിംഗ് തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുക. കൺസ്ട്രക്ഷന് മുമ്പ് നമ്മളൊരു എസ്റ്റിമേറ്റ് ഒക്കെ റെഡിയാക്കി കൊടുക്കും എഞ്ചിനീയേഴ്സ്. ഈ പറയുന്ന എസ്റ്റിമേറ്റ് എത്രയാണ്, ഈ പറയുന്ന ബിൽഡിങ്ങിന് എത്ര വരും. സോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കോസ്റ്റിൽ വരും. അതൊരു ഫിക്സഡ് റേറ്റിലേക്കായിരിക്കും വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാല്യുവേഷൻ ഇറ്റ് വിൽ ചേഞ്ച് ഫ്രം ടൈം ടു ടൈം. Then what about this accessed value, replaced value, rateable value? The value of the property recorded in the register of local authority. അതായത് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് കരുതുക. ആ പ്രോപ്പർട്ടി നമ്മുടെ ഇപ്പം ഒരു വില്ലേജിൽ എത്ര മീൻസ് അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ടാക്സ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന ഹൗസ് റെന്റ് അല്ലെങ്കിൽ റെന്റ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. So value of the property recorded in the register of local authority used for the purpose of determining various taxes to be collected from the owner to the property. പറഞ്ഞതുപോലെ തന്നെ എത്രയാണ് ഈ പറയുന്ന പർട്ടിക്കുലർ പ്രോപ്പർട്ടിക്കുള്ള വാല്യൂ എത്രയാണ് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ടാക്സ് റേറ്റ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത്. Then replacement value means the value of property or its services calculated on a prevailing market rate to replace the same. Replacement value എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി എത്രയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, പ്രസൻ്റ്ലി എത്രയാണ് മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഒറിജിനൽ റേറ്റിനെ ചിലപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് ഈ പറയുന്ന കറണ്ട് വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ എമൗണ്ട് ദാറ്റ് ആൻ എൻറ്റിറ്റി വുഡ് ഹാവ് ടു പേ ടു റീപ്ലേസ് ആൻ അസറ്റ് അറ്റ് ദ പ്രസന്റ് ടൈം അക്കോർഡിംഗ് ടു ഇറ്റ്സ് കറണ്ട് വോർ. അപ്പം കറൻ്റ്ലി എത്രയാണോ അതിന് റേറ്റ് എത്രയാണോ അതനുസരിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട വരും. ദെൻ റിഗാർഡിംഗ് ദിസ് റേറ്റബിൾ വാല്യൂ, നെറ്റ് ആനുവൽ ലെറ്റിംഗ് or renting value of a property obtained after deducting the amount of yearly repairs from the gross income. Taxes are charged on rateable value of property. അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന് ഒരുപാട് ഇപ്പോൾ റെന്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടെന്ന് കരുതിക്കോളുക. നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വീടാണെന്ന് കരുതിക്കോളുക. അപ്പം അതിനകത്ത് ഈ പറയുന്ന മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം വർഷം വരുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കും ഇൻകത്തിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന മെയിൻ്റനൻസ് ചാർജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് എത്രയാണോ അതിന് കറൻ്റ്ലി വാല്യൂ വരുന്നത്, ആ ബിൽഡിങ്ങിന് എത്രയാണോ വാല്യൂ വരുന്നത്, അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ടാക്സ് കാര്യങ്ങളെല്ലാം പേ ചെയ്യുന്നത്. Then regarding this book value, actually this book value of a property shown in account book in that particular year, value of a property shown in account book in that particular year. ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഒരു എത്രയാണ് അക്കൗണ്ട് ബുക്കിൽ എത്രത്തോളമാണ് മീൻസ് വാല്യൂസ് കാണിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണ്, ദ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ടോട്ടൽ ഡിപ്രീസിയേഷൻ ടിൽ ദാറ്റ് ഇയർ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് ചിലപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അതെല്ലാം വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന ബുക്ക് വാല്യൂ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
Then sentimental value, when a property is sold or purchased at a higher rate than the market value due to its sentiments in mind. അതായത് when a property is sold or purchased at a higher rate than the market value due to sentiments in mind. അതായത് ചിലപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ്, നമുക്ക് ചില പ്രോപ്പർട്ടീസ് കണ്ട് നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്താണ്, ഇപ്പം മാർക്കറ്റ് വാല്യൂവിനേക്കാളും ചിലപ്പോൾ കൂടിയ റേറ്റിന് ചിലപ്പോൾ നമ്മൾ മേടിക്കും. കാരണം നമുക്ക് അതിനോടുള്ള സെൻറ്റിമെൻ്റൽ അപ്രോച്ച് കാരണമാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില ബിൽഡിങ്സ് ഒക്കെ നമ്മൾ നല്ലൊരു നല്ലൊരു സ്ഥലത്താണെങ്കിൽ മീൻസ് ഒരു നമുക്കത് നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും അതിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മളത് ഒബ്വിയസ്ലി നമ്മൾ മേടിച്ചിരിക്കും. Then regarding distressed value, at which property is sold at a lower price than that of open market due to difficulties of vendor. ചില കേസുകളിൽ മാർക്കറ്റ് വാല്യൂ ഒരുപാടുണ്ട്, പക്ഷെ ആരും അത് മേടിക്കാൻ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാശിന് അത്യാവശ്യമുള്ള ഒരു കേസുകളിൽ നമ്മൾ ഈ പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ വിൽക്കുന്നു, വളരെ ചെറിയ വിലയ്ക്ക് വിൽക്കുന്നു. Then potential value, inherent value got by property such as land, such value may go on increasing due to passage of time or can fetch more return if used for alternative purpose. Inherent value got by property such as, അതായത് നമ്മൾ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു സ്വത്തെന്നുള്ള രീതിയിൽ such value may go on increasing due to passage, സമയം കഴിയും തോറും അതിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കാര്യങ്ങൾ കൂടാം. ഓക്കെ, then regarding this salvage value, actually what is the salvage value? It is the value at the end of utility period without being dismantled. അതായത് നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഇയർ ഉണ്ടെന്ന് കരുതുക, മീൻസ് ഒരു 20 years കഴിയുമ്പോൾ അത് നമുക്ക് പിന്നെ എന്താണ് യൂട്ടിലിറ്റി പീരീഡ്, അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കരുതുക. അപ്പം ആ വാല്യൂ, ആ പർട്ടിക്കുലർ 20 years ആഫ്റ്റർ ഇറ്റ് ഇസ് വാല്യൂ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട്, അതായത് നമ്മൾ അതിനെ പൊളിച്ച് കളയുന്നതിന് മുമ്പായിട്ടുള്ള അതിൻ്റെ വാല്യൂ എത്രയാണ്, അതിൻ്റെ ഡിമാൻഡ് എത്രയാണ്. ഓക്കെ, ചില ബിൽഡിങ്സ് ഒക്കെ, അപ്പം ചില പഴകിയ ബിൽഡിങ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഓൾഡ് ബിൽഡിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു 20 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഒട്ടും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല, പിന്നെ ഇനി അതിനെ പൊളിച്ച് മാറ്റുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പൊളിച്ച് കളയുന്നതിന് മുമ്പായിട്ടുള്ള ഒരു റേറ്റ് ആണ് ഈ പറയുന്ന salvage value എന്ന് പറയുന്നത്. Next one is scrap value. After a property loses its utility, the value of dismantled material is the cost of demolition is known as scrap value. അതായത് നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിംഗ് ഇപ്പോൾ 20 years കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലാവധി മീൻസ് യൂട്ടിലിറ്റി പീരീഡ് കഴിഞ്ഞു എന്ന് കരുതുക. സോ പിന്നെ അതിനുള്ള മെറ്റീരിയൽസ്, ഈ പറയുന്ന ടിമ്പർ ആയാലും ബ്രിക്സ് ഒക്കെ ആയാലും അതിൻ്റെ മെറ്റീരിയൽസ് ആണ്, സ്ക്രാപ്ഡ് മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The next one, gross income. It is the total revenue realized from a property either as rent or lease money during a year. നമുക്കൊരു ഈ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ബിൽഡിംഗ് എടുക്കുവാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ നമുക്ക് എത്രത്തോളം റെന്റ് എമൗണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അതിന് ലീസിന് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വാല്യൂ ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുന്നത്. The outgoings and collection charges etc. are not deducted. പല മെയിൻ്റനൻസ് ചാർജും കാര്യങ്ങളും ഒന്നും ഈ പറയുന്ന ഗ്രോസ് ഇൻകത്തിൽ പെടുന്നില്ല. ഓക്കെ, അതായത് നമുക്ക് എത്രത്തോളം ടോട്ടൽ എമൗണ്ട് കിട്ടുന്നു അതിനകത്ത് ബാക്കി വരുന്ന മെയിൻ്റനൻസ് ചാർജോ കാര്യങ്ങളോ ഒന്നും ഗ്രോസ് ഇൻകത്തിൽ പെടുന്നില്ല. The outgoings expenses incurred to maintain the property by undertaking the periodical repairs. അതായത് നമുക്ക് കാലാക്രമേണ ഈ പറയുന്ന മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പം അങ്ങനെയുള്ളതിനെയാണ് ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. ദെൻ നെറ്റ് ഇൻകം, നെറ്റ് എമൗണ്ട് ലെഫ്റ്റ് ടു ദ ഓണർ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഔട്ട് ഗോയിങ്സ് ഫ്രം ഗ്രോസ് ഇൻകം. നമുക്കിപ്പം കുറേ റെന്റ് കാര്യങ്ങൾ കിട്ടുന്നു, അതിൽ നിന്ന് ഈ പറയുന്ന എത്ര ഔട്ട് ഗോയിങ്സ് കുറച്ചിട്ട് കിട്ടുന്നതിനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ ഒബ്സലൻസ്, ആക്ച്വലി ലോസ് ഓഫ് വാല്യൂ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസൈൻ പാറ്റേൺ ഫാഷൻസ് ലിവിങ് ഹാബിറ്റ്സ് ഓഫ് ഇറ്റ്സ് ഇൻഹാബിറ്റൻസ്, ദെസ് ഇറ്റ്സ് ലോസസ് ഇറ്റ്സ് ഫങ്ഷൻ യൂട്ടിലിറ്റി. ഓൾറെഡി പറഞ്ഞതാണ്, ഇപ്പം നമുക്കൊരു ബിൽഡിങ് കാര്യങ്ങളുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ അതായത് അതുകൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മറ്റൊരു രീതിയിലേക്ക് മീൻസ് അതിലും പുതിയൊരു ആർക്കിടെക്ചറൽ സെറ്റപ്പ് വന്നു കഴിയുമ്പം ഇതിൻ്റെ ഡിമാൻഡ് കാര്യങ്ങൾ പയ്യെ കുറഞ്ഞു പോകുന്നു. ഇല്ലെങ്കിൽ നമുക്കൊരു ബൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈക്കിൻ്റെ അടുത്തൊരു ട്രെൻഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ബൈക്കിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു പോകുന്നു. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ളതിനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. Now we move on to the next one, that is going to be the annuity. What do you mean by this annuity? Annual periodic payments for repayment of the capital amount investment. നമുക്കിപ്പോൾ ഒരു എമൗണ്ട്, ഒരു
ലോണോ കാര്യങ്ങളോ എടുക്കുവാന്ന് കരുതുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി നമ്മൾ ആദ്യം ഇനീഷ്യൽ ലെവലിൽ എടുക്കും. അതിനുശേഷം എന്താണ് പീരിയോഡിക്കലി ഈ പറയുന്ന എമൗണ്ട് നമ്മൾ റീപേ ചെയ്തുകൊണ്ടിരിക്കണം, ഈ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് ആനുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് മണി ഹൂസ് ആനുവൽ ഇൻട്രസ്റ്റ് അറ്റ് ദ ഹയസ്റ്റ് പ്രിവൈലിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു ദ നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ ഫോർ എ സ്പെസിഫിക് പീരീഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതുക. ആ ബിൽഡിങ്ങിൽ നിന്ന് നമുക്കൊരു 10,000 രൂപ വെച്ച് കിട്ടുന്നുണ്ടെന്ന് കരുതിക്കൊള്ളുക. ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ നിന്ന് റെൻ്റായിട്ട് നമുക്കൊരു 10,000 റുപ്പീസ് കിട്ടുന്നുണ്ടെന്ന് കരുതിക്കൊള്ളുക. ആ എമൗണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ ബാങ്കിൽ എത്ര എമൗണ്ടോളം ഇൻവെസ്റ്റ് ചെയ്യണം? ഒരു വർഷത്തേക്ക് നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 10,000 രൂപ കിട്ടുമെന്ന് ഉള്ളതാണ്. ആ മീൻസ് നമ്മൾ എത്രത്തോളം ഡിപ്പോസിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഈ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് കരുതുക. 10% ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഈ പറയുന്ന 10,000 രൂപ കിട്ടും. ഓക്കെ, അപ്പം 1,00,000 എന്ന് പറയുന്നതാണ് ഈ ഒരു കേസിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ഇപ്പം ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നെറ്റ് റിട്ടേൺ ഓർ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 10,000 രൂപയാണ്. ഇസ്ന്റ് ഇറ്റ്? ദെൻ ES പർച്ചേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ES പർച്ചേസ് എന്താണെന്നുള്ളത്. സോ ES പർച്ചേസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദിസ് വേ, ദാറ്റ് ഈസ് 100/10 ദാറ്റ് യു വിൽ ഗെറ്റ് 1,00,000 റുപ്പീസ്. അങ്ങനെയാണ് ഈ പറയുന്ന ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയാം നെറ്റ് റിട്ടേൺ ഓർ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 10,000 ആണ് ഈ കേസിൽ. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ടിൻ്റെ റേറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 10% ആണ് തന്നിരിക്കുന്നത്. സോ 100/10% യു ക്യാൻ റൈറ്റ് ഡൗൺ ഹിയർ. സോ 100/10 യു വിൽ ഗെറ്റ് 1,00,000 റുപ്പീസ്, isn't it? So that's the case regarding capitalized value. Then we move on to the next term, that is ES purchase. Capital sum required to be invested in order to receive a net annual income as an annuity of ₹1 at a certain rate of interest. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു certain എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ₹1 റിട്ടേൺ കിട്ടാനായിട്ട് നമ്മൾ എത്ര എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം? ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ES പർച്ചേസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിലെ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 4% ആണ് കരുതുക. നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ഒരു 4 രൂപയാണെന്ന് കരുതിക്കൊള്ളുക. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം? അതായത് ഈ കേസിൽ 100 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? 4 രൂപ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 1 രൂപ കിട്ടാനായിട്ട് നമ്മൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം? സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഫോർ ദിസ് സെയിം പെർസെൻറ്റേജ്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100/4 25. അതായത് 100/4 യു വിൽ ഗെറ്റ് 25. 25 രൂപ നമ്മളൊരു വർഷം ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4% അതിൻ്റെ ഇതെങ്കിൽ പലിശയെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 100 ഇറ്റ് വിൽ ക്യാൻസൽ ആൻഡ് യു വിൽ ഗെറ്റ് 1 റുപ്പീസ്. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ES പർച്ചേസ് നമുക്ക് ജനറൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. 100/ദിസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എത്രയാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത് അത് ഡയറക്റ്റ് നമുക്ക് എഴുതാൻ സാധിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ 100/റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. So that's the case regarding with this ES purchase. Then one more thing, that is sinking fund. Sinking fund amount which has to be kept aside at a fixed interval of time, say annually, out of the gross income, so that at the end of useful time the fund would accumulate the initial cost. And there is an equation. So actually what do you mean by that sinking fund? അതായത് നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അതിനൊരു യൂട്ടിലിറ്റി പീരീഡ് 20 years ആണ് കരുതിക്കൊള്ളുക. അതായത് 20 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അത് യൂസ് ചെയ്യാനായിട്ട് അത്ര കൊള്ളില്ല. സോ ആ 20 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ആ ബിൽഡിംഗ് കൊണ്ട് വേറെ യൂസോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നമ്മൾ പാരലി ഈ പറയുന്ന ഒരു നെറ്റ് എമൗണ്ട്, അതായത് ഈ ബിൽഡിങ്ങിന് എത്രയാണോ അതിൻ്റെ ഒരു റേറ്റ് എത്രയാണോ ആ ഒരു നെറ്റ് എമൗണ്ട് നമ്മൾ പാരലി മറ്റെന്തെങ്കിലും വഴിക്ക് നമ്മൾ ഈ പറയുന്ന എമൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയെന്ന് കരുതുക. മീൻസ് നമുക്ക് ആ പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുവാണെങ്കിൽ ആ പറയുന്ന എമൗണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ these are all the terms. Once again repeat, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിൻ്റെ യൂട്ടിലിറ്റി പീരീഡ് 20 years ആണ് ജസ്റ്റ് സപ്പോസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ആ ബിൽഡിംഗ് കൊണ്ട് വേറെ യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഏതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതേപോലത്തെ ഒരു മറ്റൊരു ബിൽഡിങ്ങും മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഫണ്ടിങ് കാര്യങ്ങൾ നമ്മൾ പാരലി ഈ പറയുന്ന ബാങ്കിലാണെങ്കിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോ എങ്ങനെയാണെങ്കിലും നമ്മൾ പാരലി എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അതിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, so this thing is regarding this depreciation, loss of value, property,
due to its use, life, wear and tear, all those things. അതായത് ഒരു പ്രോപ്പർട്ടിക്ക് ഏതാണ് കാലക്രമേണ പല പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വിയർ ആൻഡ് ടിയർ ഓൾ വിൽ ഹാപ്പൻ. അപ്പം അങ്ങനെയുള്ള ലോസുകളെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാല്യൂസിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ വൺ മോർ ടൈം, ദാറ്റ് ഈസ് ഒബ്സൊലൻസ്, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ എങ്ങനെയാണോ കാലക്രമേണ, അതായത് പുതിയ ഫാഷൻ വരുമ്പോഴത്തേക്കും പഴയതിന് മൂല്യം ഇല്ലാതാവുന്നു, ആ ഒരു കേസാണ് ഒബ്സൊലൻസിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ for this depreciation there are different methods for calculating different for the amount of depreciation that we will discuss later. We move on to some of the problems related with this sinking fund. Okay, so here you can observe that already we mentioned those equations. I equal to IC multiplied by sinking fund, those equations. So here you can observe what annual sinking fund at 4.5% must be invested to produce ₹1 at the end of 20 years. നമുക്ക് ₹1 പ്രൊഡ്യൂസ് ചെയ്യണം 20 വർഷത്തിന് ശേഷം. അങ്ങനെയാണെങ്കിൽ 4.5% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരിക്കുന്നത്. സോ എത്ര രൂപയോളം മീൻസ് എത്ര റുപ്പീസ് നമ്മൾ പെർ ഇയർ ഡിപ്പോസിറ്റ് ചെയ്യണം, അങ്ങനെ അത്ര എമൗണ്ട് കിട്ടണമെങ്കിൽ. സോ ഡയറക്റ്റ്ലി നിങ്ങൾ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക. നമുക്ക് ഇക്വേഷൻസ് അറിയാം. I equal to small I multiplied by capital S, then divided by I1 plus I whole raised to n minus 1. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ I, this annual installment required, is total amount of sinking fund, എത്രയാണ് എമൗണ്ട് വേണ്ടത്. Then this rate of interest in decimal, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 4% എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ 0.04 എന്ന് വേണം എഴുതാനായിട്ട്. Then number of years and IC, coefficient of annual sinking fund. Okay, that's fine. So if you work out those things, that is I equal to small I, that is the interest rate എത്രയാണ് തന്നിരിക്കുന്നത്, ഡെസിമലിൽ തന്നെ റെപ്രസെന്റ് ചെയ്യുക. ടു ഗെറ്റ് എ സിങ്കിങ് ഫണ്ട്, അതായത് നമുക്ക് കിട്ടേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ₹1 ആണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എത്രയാണ് കിട്ടിയിരിക്കുന്നത്, വളരെ ₹1 എന്നുള്ള റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 0.03187 rupees per year ഏൺ ചെയ്താൽ മതിയാകും. So regarding one more example, an owner has installed an air cooler in a building at a cost of ₹8,000. Okay, if the life of air cooler is 18 years, calculate the amount which he should set aside annually as sinking fund to accumulate the above cost at 5% compound interest. ഒരു എയർ കൂളർ ഒരു ബിൽഡിങ്ങിൽ സെറ്റ് ചെയ്തിരിക്കുന്നു, അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 8,000 ആണ്. ഓക്കെ, അപ്പം ആ നമുക്ക് എന്താണ് ആ പീരീഡ് കഴിയുമ്പോൾ 8,000ഓളം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഇസ്ന്റ് ഇറ്റ്. കാലാവധി 18 years ആണ്. അപ്പം നമ്മൾ എത്രത്തോളം എമൗണ്ട് ഈ പറയുന്ന ഓരോ വർഷവും നമ്മൾ മാറ്റി വെക്കണം, അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ സിങ്കിങ് ഫണ്ട് ഈസ് 8,000, then number of years 18, then percentage it is given 5%. So if you substitute those values, ₹284 ഓരോ വർഷം നമ്മൾ മാറ്റി വെക്കുക ഈ പറയുന്ന 8,000 rupees നമുക്ക് കിട്ടാനായിട്ട്. ഇതാണ് ഈ പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. വൺ മോർ ക്വസ്റ്റ്യൻ. A person has purchased an old building at a cost of 90,000 on the basis of cost of land is ₹50,000. Cost of building is ₹40,000. Considering the future life of building be 20 years, work out the amount of annual sinking fund at 4% interest with a scrap value 10% of the cost of building structure. കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ബിൽഡിങ്ങിന്റെ ടോട്ടൽ മീൻസ് ടോട്ടൽ കോസ്റ്റ് 90,000 ആണ്. ഈ 90,000 എന്തൊക്കെ പെടും, കോസ്റ്റ് ഓഫ് ലാൻഡ് പെടും, അതുപോലെ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് പെടും. അങ്ങനെയാണ് ഈ 90,000 എത്തിയിരിക്കുന്നത്. ഇതിന്റെ യൂട്ടിലിറ്റി പീരീഡ് 20 years ആണ്. ദെൻ ദർ ഇസ് റേറ്റ് എത്രയാണ്, 4% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന 20 വർഷം കഴിഞ്ഞിട്ട് ഈ ബിൽഡിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു 10% സ്ക്രാപ്പ് വാല്യൂം കിട്ടുന്നുണ്ട്. സോ അത്രയും കേസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ എത്ര എമൗണ്ട് നമ്മൾ ഓരോ വർഷവും സേവ് ചെയ്യണമെന്ന് നോക്കാനായിട്ട്. സോ ഈ സിങ്കിങ് ഫണ്ടിന്റെ കേസിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ലാൻഡിന്റെ എമൗണ്ട് ഒരിക്കലും സിങ്കിങ് ഫണ്ടിൽ പെടില്ല. അതായത് ഈ 50,000 നമുക്ക് അതിനകത്ത് കണക്കാക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന ബിൽഡിങ്ങിന്റെ കോസ്റ്റ് മാത്രമാണ് നമ്മൾ സിങ്കിങ് ഫണ്ടിൽ ഉൾപ്പെടുത്തുള്ളൂ. സോ നമുക്ക് ഈ ഓൾറെഡി 10% ബിൽഡിംഗ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ 10% കിട്ടും. ഓക്കെ, 10% എത്രയാണ്, 10/100 into 40,000. You will get some amount. Okay, so that is related with the 4,000 rupees you will get. ബാക്കിയുള്ള 36,000 രൂപയ്ക്കുള്ള കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന ബിൽഡിംഗ് നമ്മൾ
മീൻസ് ഏതാണ് സ്ക്രാപ്പായിട്ട് നമ്മൾ അതിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു 4000 രൂപ കിട്ടും. ഇനി ബാക്കിയുള്ള എമൗണ്ട് ആണ് ഈ പറയുന്ന 90% ഓഫ് ദിസ് 40,000 എന്ന് പറയുന്നത് ഈസ് 36,000. ദെൻ യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദോസ് വാല്യൂസ്. അതായത് 1,208 റുപ്പീസ് നമ്മൾ ഓരോ വർഷവും കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന സിങ്കിങ് ഫണ്ട് മീൻസ് 36,000 എത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് സ്റ്റേറ്റ്മെന്റ്. Then already we mentioned this capitalized value, all those things. Okay, and rest of the things we will discuss in the next class.